എന്റെ പ്രിയമുള്ളവരെ, മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി മാനവരാശിയിൽ നിന്ന് തന്നെ മാതൃകാ പുരുഷന്മാരായ മഹാരഥന്മാരെ മഹോന്നതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. മനുഷ്യ സഞ്ചയത്തെ സൽസരണിയിലേക്ക് നയിക്കുന്ന പ്രവാചകന്മാരും അവരുടെ അനന്തരഗാമികളായ ആധ്യാത്മിക വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആത്മീയാചാര്യന്മാരുമാണ് ആ മഹത്തുക്കൾ. ഹൃദയവിശുദ്ധിയും ജീവിത സംശുദ്ധിയും ഹൃദയ സംസ്കരണവും പ്രവാചകന്മാരുടെ പ്രബോധന പ്രചാരണ പാതയിലെ പ്രധാനപ്പെട്ട ഒരു സേവനമായിരുന്നു. അതേ ആ തസ്കിയത്ത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന് ശേഷം അത് നിർവഹിക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നവരാണ്. ആരാണ് വലിയ്? അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി ഹസ്ബമാ യുംകിനു. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ വിശേഷണങ്ങളെയും കഴിവിന്റെ പരമാവധി കഴിവിനനുസരിച്ച് അറിയുന്നവൻ. അൽ മുവാലിബു അല ത്വാആത്ത്, ആരാധനകളിൽ വ്യാപൃതനാകുന്നവൻ. അൽ മുജ്തനിബു അനിൽ മആസി, പാപങ്ങൾ വർജിക്കുന്നവൻ. അൽ മുഇരിളു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, സുഗാഡംബരങ്ങളിലും ശരീരേച്ഛകളിലും അഭിരമിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്നവർ, അവരാണ് വലിയ എന്ന് മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെയുടെ ശർഹുൽ അഖായിദിൽ രേഖപ്പെടുത്തി. ഔലിയാക്കന്മാർ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കും. അവർ വ്യത്യസ്തമായ വിഭാഗക്കാരാണ്, വിവിധ തരത്തിലുള്ളവരാണ്. ചിലരെ മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെ, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ചില മഹാത്മാക്കളെ ജന്മനാ തന്നെ ആ വിലായത്തിന്റെ അത്യുന്നത പദവിയിലേക്ക് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അധർമ്മ ജീവിതത്തിൽ നിന്നും ധർമ്മ ജീവിതത്തിലേക്ക് അല്ലാഹു തആല വഴി നടത്തിച്ചിട്ട് വിലായത്തിന്റെ അത്യുന്നതമായ മർത്തബയിലേക്ക് എത്തിച്ച മഹാരഥന്മാരും ലോകത്തുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ വ്യത്യസ്ത തരത്തിലുള്ളവരാണ്. ആത്മാക്കൾ നിർജീവമായ അവസ്ഥയിൽ നിന്ന് സജീവാവസ്ഥയിലേക്ക് എത്തിച്ചവർ ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യനിഷേധികളിൽ നിന്ന് അല്ലാഹു തആല വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം നൽകിയിട്ട് പരിശുദ്ധമായ അത്യുന്നതമായ വിലായത്തിന്റെ പദവി നൽകപ്പെട്ട ഔലിയാക്കന്മാരായി മാറിയിട്ടുള്ള മഹാരഥന്മാരുണ്ട്. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നും പ്രജകളുടെ കൂട്ടത്തിൽ നിന്നും ഔലിയാക്കന്മാരുണ്ടാകും. ധനികരുടെ കൂട്ടത്തിൽ നിന്നും ദരിദ്രരുടെ കൂട്ടത്തിൽ നിന്നും ഔലിയാക്കന്മാരുണ്ടാകും. സാക്ഷരരുടെ കൂട്ടത്തിൽ നിന്നും നിരക്ഷരരുടെ കൂട്ടത്തിൽ നിന്നും ഔലിയാക്കന്മാരുണ്ടാകും. കച്ചവടക്കാരുടെ കൂട്ടത്തിൽ നിന്നും കൃഷിക്കാരുടെ കൂട്ടത്തിൽ നിന്നും ഔലിയാക്കന്മാരുണ്ടാകും. മുദർരിസീങ്ങളിൽ നിന്നും മുഅല്ലിമീങ്ങളിൽ നിന്നും ഔലിയാക്കന്മാരുണ്ടാകും. ഉന്നത കുലജാതരിൽ നിന്നും ഭൂമിയിൽ സാധാരണക്കാരായി ജീവിച്ചവരിൽ നിന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു തആല തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളാണ് എന്നതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അവർ മുത്തഖീങ്ങളാണ് എന്നതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. ഈ രണ്ടും സംഗമിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ വിലായത്തിന്റെ അത്യുന്നത മർത്തബയിലേക്ക് അള്ളാഹു തആല ഉയർത്തിക്കൊണ്ടുവരും. പ്രിയമുള്ളവരെ, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധിയാർജിച്ചവരുണ്ട്, അപ്രസിദ്ധരായ ആളുകളുമുണ്ട്. നമുക്കറിഞ്ഞോണമെന്നില്ല, ജനങ്ങൾ അറിയുക എന്നത് അവിടെ ഒരു നിബന്ധനയല്ല. ജനങ്ങൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, പ്രസിദ്ധരാകട്ടെ അപ്രസിദ്ധരാകട്ടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖിയാണോ വിലായത്തിന്റെ പദവിയിലേക്ക് അള്ളാഹു തആല ഉയർത്തുമെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, തഖ്വയുടെയും തവക്കുലിന്റെയും താരാപദങ്ങളിൽ താരകതുല്യം തിളങ്ങുകയും ആധ്യാത്മികതയുടെ അമ്പരത്തിൽ അത്യുന്നതി ആർജിക്കുകയും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ മണ്ണിലെ മർത്തിനു മുന്നിൽ മാണിക്യം പോലെ മറഞ്ഞിരിക്കുകയും മാർഗദർശിയാവുകയും ചെയ്ത മഹാനുഭാവനാണ് ശൈഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ അത്യുന്നതമായ ആത്മീയ വഴികളിലൂടെ ആത്മശുദ്ധീകരണം കൈവഴിച്ച് ആത്മശുദ്ധീകരണത്തിന്റെ ആഴക്കടലുകളിൽ ആഴ്ന്നിറങ്ങുകയും ആധ്യാത്മികതയുടെ ആകാശലോകങ്ങളിലേക്ക് ആരോഹണം നടത്തുകയും ചെയ്ത സൂക്ഷ്മ ജീവിതത്തിന്റെ പ്രതീകവും ആത്മാർത്ഥതയുടെ പ്രതിച്ഛായയുമായ സൂഫി വര്യനായിരുന്നു ശൈഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹൃദയ ശുദ്ധി കൊണ്ടും ആത്മവിശുദ്ധി കൊണ്ടും ജീവിത സംശുദ്ധി കൊണ്ടും സർവ സൽക്രമങ്ങളും സൽഗുണങ്ങളും സൽസ്വഭാവങ്ങളും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സജ്ജനങ്ങളോടൊപ്പം സഹവസിച്ച് സമുന്നതമായ ആത്മീയ സരണികളിൽ ബന്ധം സ്ഥാപിച്ച് സമീപസ്ഥനായ സൂഫി വര്യനായിരുന്നു ശൈഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുഭാവൻ അപ്രസിദ്ധനായി ജീവിച്ച
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഖ്വയും തവക്കുലും മുറുകെ പിടിച്ചുകൊണ്ട് മണ്ണിലെ മർത്യന് മുന്നിൽ മാണിക്യം പോലെ മറഞ്ഞിരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസനായിരുന്നു ഷെയ്ഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ എത്രയെത്ര മഹാരഥന്മാരുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുന്നതുവരെയും വിലായത്തിന്റെ പദവി നേടിയ ആരിഫാണ് എന്ന് തിരിച്ചറിയാത്ത എത്രയോ മഹാരഥന്മാർ. മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ അൽ ഫുതൂഹാത്തുൽ ഇലാഹിയിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, കം മിൻ ആരിഫിൻ കബീരിൻ ബഖിയ തഹ്ത അസ്താരിൽ ഖുമൂൽ ഹത്താ ലഖിയ അല്ലാഹ അസ്സ വജൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുന്നതുവരെ, വഫാത്താകുന്നതുവരെ അപ്രസിദ്ധിയുടെ മറകൾക്ക് താഴെ ജീവിക്കുന്ന എത്രയെത്ര ആരിഫീങ്ങളാണുള്ളത് എന്ന് മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി പോയി. അങ്ങനെ സാധാരണക്കാരുടെ ശ്മശാനങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന പല ഔലിയാക്കന്മാരെ സംബന്ധിച്ചിട്ടും തസൗഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മഹാനവർകളുടെ മുമ്പിൽ പല പ്രശ്ന പരിഹാരത്തിനും ആവശ്യ നിർവഹണത്തിനും രോഗശമനത്തിനുമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറെ ആളുകളെ എത്തിച്ചിരുന്നു. ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്ക് എന്തിനാണെന്നറിയില്ല, പക്ഷേ അടുത്തു വരുന്നവർക്ക്, സഹവസിക്കുന്നവർക്ക്, സഹകരിക്കുന്നവർക്കറിയാം. അങ്ങനെ മഹാനവറുകളുടെ അടുക്കൽ വന്ന് മഹാനിൽ നിന്നും രോഗശമനം ലഭ്യമാവുകയും മഹാനിൽ നിന്നും ആത്മീയത കൈവരിക്കുകയും മഹാനിൽ നിന്നും ആത്മസംസ്കരണം കൈവരിക്കുകയും ചെയ്ത് പതിറ്റാണ്ടുകളോളം അങ്ങനെ ജീവിച്ച ഒരുപാട് മുഹബ്ബീങ്ങൾ നമ്മുടെ സദസ്സിലും വേദിയിലുമുണ്ട്. ചോദിച്ചു നോക്കുക, അവിടത്തെയുടെ ഉള്ളറ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്, തഖ്വയുണ്ടായിരുന്നോ എന്ന്, തവക്കുലുണ്ടായിരുന്നോ എന്ന്, വറ ഉണ്ടായിരുന്നോ എന്ന്, ഉണ്ടായിരുന്നോ എന്ന്, പ്രവാചക ചര്യയിലോടാണോ ജീവിച്ചത് എന്ന്, അതോ റോഡുകളിൽ കണ്ട സലാഹുദ്ദീൻ അൽ ഖാദിരിയാണോ, നിങ്ങൾ കണ്ട സാധാരണക്കാരനാണോ, നിങ്ങളുടെ സാധാരണ സംഗമങ്ങളിൽ കണ്ട ഒരു സാധാ മനുഷ്യനായിരുന്നോ? ഏതൊരു മനുഷ്യനെ പറ്റിയും അറിയണമെങ്കിൽ ഒപ്പം സഹകരിച്ചവരോട്, സഹവസിച്ചവരോട്, സഹചാരികളോട്, മുഹബ്ബീങ്ങളോട്, സേവകരോട് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. പതിറ്റാണ്ടുകളോളം മഹാനവറുകളോടൊപ്പം ജീവിച്ചവരാണ്. 16 കൊല്ലത്തോളം മഹാനവറുകളുടെ ചാരം പറ്റി ആ ആധ്യാത്മിക മധുരവും അവിടത്തെയുടെ സസൂക്ഷ്മ ജീവിതത്തിന്റെ അനുഗ്രഹീതമായ വഴിയും പിൻപറ്റി ജീവിച്ചവരാണ്. അവിടത്തെയുടെ പ്രിയപ്പെട്ട പ്രതിനിധി, മഹാനവറുകളുടെ പ്രിയപ്പെട്ട മുഹിബ്, മഹാനവറുകളുടെ ഖാദിമീങ്ങൾ, മുഹിബ്ബീങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയായിരുന്നു ഉള്ളറയെന്ന്. പക്ഷേ പുറത്ത് കാണിക്കാൻ മഹാനവറുകൾ ആഗ്രഹിച്ചില്ല, പുറത്തു പറയാൻ മഹാനവറുകൾ ആഗ്രഹിച്ചിരുന്നില്ല. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലെ ഏറ്റവും ഉന്നതമായ ദറജകളുള്ള ഒരു സവിശേഷ പ്രത്യേകക്കാരായ ഔലിയാക്കന്മാരുടെ വിശേഷണം തന്നെയാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞ ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, തവക്കുലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. ഷെയ്ഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന് ഈ സുന്ദരമായ ആത്മീയ പാതയ്ക്ക് നേതൃത്വം കൊടുക്കാൻ എന്ത് യോഗ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ആലോചിച്ചു നോക്കുക. എങ്ങനെയാ മഹാനവർകൾ ജീവിച്ചത്? കേരളക്കരയിൽ അഖീദാപരമായി അശ്അരി മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട്, കർമ്മശാസ്ത്രപരമായി ശാഫഈ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴികളിലൂടെ അഖീദയെ സമ്പൂർണ്ണമായും സൂക്ഷിച്ചുകൊണ്ട് തസൗഫിന്റെ രംഗത്ത് ആധ്യാത്മിക വഴിയിൽ കേരളക്കര എക്കാലത്തും ആദരണീയമായി അംഗീകരിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീതമായ ത്വരീഖത്തിന്റെ വഴിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ്. ക്രിസ്താബ്ദം 16-ാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാമിക പ്രബോധനാർത്ഥം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്ന് കേരളക്കരയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ സയ്യിദ് വംശജൻ മഹാനായ സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ബുഖാറ സാദാത്യങ്ങൾ. ആ ബുഖാറ സാദാത്യങ്ങളിലെ പ്രസിദ്ധനായ സമർത്ഥനായ പണ്ഡിതൻ സയ്യിദ് ഹാമിദ് വലിയ കോയമ്മ തങ്ങൾ അൽ ജലാലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പുത്രനായ, മഹാനവറുകളുടെ ശിഷ്യനായ, മുരീദായ, കേരളക്കരയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ച സർവാംഗീകൃതനായ ഖാദിരിയ ത്വരീഖത്തിന്റെ ഔറാദുകൾ ഇജാസത്ത് കൊടുക്കാൻ അനുമതിയുണ്ടായിരുന്ന 4 മദ്ഹബുകളും അനായാസം കൈകാര്യം ചെയ്തിരുന്ന ബാനി ബാഖിയാത്തുസ് സാലിഹാത്ത് ശംസുൽ ഉലമാ ഷാഹ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ അദരങ്ങളിലൂടെ ഹാദാ ഹിബത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ദാനമാണ് എന്ന് നാമധേയം ലഭ്യമായ സൂഫി വര്യനായ സയ്യിദായ സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ സമീപത്ത് എത്തിച്ചേർന്ന് ആധ്യാത്മിക വഴിയിൽ ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ച് ആ ത്വരീഖത്തിലൂടെ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുമായി ആത്മീയ ബന്ധം പുലർത്തി അല്ലാഹുവിന്റെ റസൂലിലേക്ക് പോകുന്ന വളരെ അനുഗ്രഹീതമായ അഖീദയും കർമ്മശാസ്ത്രവും തസൗഫി രംഗവുമെല്ലാം സൂക്ഷ്മവും നിഷ്കളങ്കവുമായ ഒരു പാതയിലൂടെ മുന്നോട്ട് പോയ മഹാനാണ് ശൈഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് ബുഖാറ തറവാടുമായി മഹാനവർകൾക്കുണ്ടായിരുന്ന ബന്ധം
പലർക്കും അറിയുമായിരുന്നില്ല. കുടുംബക്കാർക്കും നാട്ടുകാർക്കും ബന്ധപ്പെട്ടവർക്കും പരിചയമുള്ളവർക്കും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ അറിയിക്കാൻ മഹാനവറുകൾ ഉദ്ദേശിച്ചതുമില്ല. മഹാനവറുകളുടെ ഒപ്പം ജീവിച്ചവർ തന്നെ, സഹചാരികൾ തന്നെ, ഖാദിമീങ്ങൾ തന്നെ, മുഹബ്ബീങ്ങൾ തന്നെ അവിടത്തെയുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ ഈ നൂറുൻ അലാ നൂർ സ്വലാത്ത് കിതാബിന്റെ സനദുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നാസറുദ്ദീൻ ബാഖവി ഉസ്താദ് അത് പൊതു സദസ്സിൽ വെച്ച് പാരായണം ചെയ്യുന്നതിന് സനദ് ആവശ്യപ്പെടുമ്പോഴാണ് അങ്ങനെ ഒരു ചർച്ചയുണ്ടാകുന്നതും. നിങ്ങൾക്ക് സനദ് വേണോ എങ്കിൽ നിങ്ങൾ ചാവക്കാട് അഞ്ചങ്ങാടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ഈ മുഹബ്ബീങ്ങളെയും ഒരു കൂട്ടം ആളുകളെയും മഹാനായ സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ സുന്ദരമായ തറവാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ട്? അവിടെ മഹാനവറുകൾക്ക് സനദുണ്ട്. മഹാനവറുകൾ ഖാദിരിയ ത്വരീഖത്തിന് അവിടെ എത്തിയിട്ടുണ്ട്, ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ആര് പറയുന്നു? ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹ് ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പ്രിയപ്പെട്ട 2 പുത്രന്മാർ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആ ബുഖാറ സാദാത്യങ്ങളെ സിയാറത്ത് ചെയ്യാനും മഹാനവറുകളുടെ മക്കളെ സന്ദർശിക്കാനും വേണ്ടി ആ ബുഖാറ തറവാട്ടിലെത്തുകയുണ്ടായി. മഹാനവറുകളുടെ പ്രിയപ്പെട്ട പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് കൊച്ചുകോയ തങ്ങളുടെ ഹിബത്തുള്ള തങ്ങളുടെ മകന്റെ വസതിയിലെത്തി. സ്നേഹത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഓർക്കുകയാണ്. ഒരു ചാരുക സൈരയിൽ എൻ്റെ ഉപ്പ ഇരിക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ മുമ്പിൽ വിനയാന്വിതനായി വന്നിരിക്കാറുള്ള നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഒരാളാണ് സലാഹുദ്ദീൻ ഉസ്താദ്. ഉപ്പയേറെ ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു വിനയാന്വിതനായ സൽസ്വഭാവിയാണ് എന്ന് സയ്യിദ് കൊച്ചുകോയ തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് ഈ കാതുകൾ കൊണ്ട് പലതവണ ഈ വിനീതൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട മകനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണല്ലോ ഈ കഴിഞ്ഞ 3 ആണ്ടുകൾക്കും മഹാനവറുകളുടെ ദുആയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവരും മഹാനവറുകളെ അംഗീകരിച്ചു. കാരണം അവർ കണ്ടു അവരുടെ ബുഖാറ തറവാട്ടിൽ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ വീട്ടിലായിരുന്നു ഹിബത്തുള്ള തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തും ആത്മീയ മധുരം നുകർന്നും ഷെയ്ഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് താമസിച്ചത് ആ വീട്ടിലേക്ക് നമ്മൾ പോയിരുന്നു. ആ തറവാട്ട് വീട്ടിലായിരുന്നു. പക്ഷേ ഹിബത്തുള്ള തങ്ങളുടെ വഫാത്തിന് ശേഷം പലപ്പോഴും സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ സിയാറത്ത് ചെയ്യാൻ പോകുമായിരുന്നുവെങ്കിലും ആ കുടുംബത്തിന് തന്റെ പ്രത്യേകത അറിയാം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർക്ക് പിടുത്തം കൊടുക്കാതെ സിയാറത്ത് ചെയ്ത് മെല്ലെ മറഞ്ഞ് നാട്ടിലേക്ക് വരുമായിരുന്നു. വർഷങ്ങളോളം ഹിബത്തുള്ള തങ്ങൾ ഈ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദിനെ അന്വേഷിച്ചിരുന്നു എന്ന് അവരുടെ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയും അവസാനം കണ്ടുമുട്ടാൻ കൊതിയോടുകൂടി വഫാത്തിന് മുമ്പ് പെരിങ്ങമലയിലെ വീട്ടിൽ വന്ന് ഹിബത്തുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദന്മാരായ 2 മക്കൾ കാണുകയും അവർ മഹാനവറുകളോട് ദുആ ഇരക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാനവറുകളുടെ അത്യുന്നതമായ മാർഗദർശനത്തിനുള്ള 2ാമത്തെ തെളിവ് മഹാനവറുകളുടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം പരിശുദ്ധമായ ഖുർആൻ വിലായത്തിന്റെ പദവി വകവെച്ചു കൊടുത്തത് മുത്തഖീങ്ങൾക്കാണ്. ആ തഖ്വയുടെ എല്ലാ ഭാഗങ്ങളും സമസ്ത മേഖലകളും അഖില നിഖില മേഖലകളും മഹാനവറുകൾ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതിൽ 1ാമത്തെ വിഷയം പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കൃതിയിലെ സമുത്കൃഷ്ടാനുഷ്ഠാനമായ നമസ്കാരം. ഔവലു വഖത്തിൽ ബാങ്ക് വിളിച്ചാൽ ഉടൻ തന്നെ നിസ്കരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു മഹാനവറുകൾ. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രിയപ്പെട്ട പിതാവിനെ താൻ ബാല്യത്തിൽ കാണുമ്പോഴേ ആ ശീലമായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിനു മുമ്പേ ഒളു കൊടുക്കുന്നു, എന്നിട്ട് മുസല്ലയിൽ നിൽക്കുന്നു, ബാങ്ക് കേൾക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഇജാബത്ത് കൊടുക്കുന്നു, എന്നിട്ട് നിസ്കാരത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് എന്റെ വാപ്പിച്ചി ഞാൻ കണ്ടത് എന്ന് ഉനൈസ് സാഹിബ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ വിനീതൻ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവ്വലു വഖത്തിൽ നിസ്കരിക്കുക എന്നത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സുന്നത്തല്ലേ അത്? യുസന്നു തഅജീലു സ്വലാത്തിൻ വലൗ ഇശാഅൻ ലിഅവ്വലി വഖതിഹാ. ഇശാ നമസ്കാരമാണെങ്കിലും ശരി, നിസ്കാരത്തെ ആദ്യ വഖത്തിലേക്ക് ധൃതിയാക്കുക എന്നത് സുന്നത്താണ് എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു ഫീ അവ്വലി വഖതിഹാ, ആദ്യ സമയത്തുള്ള നിസ്കാരമാണെന്ന് സുനൻ അബീ ദാവൂദ് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ആദ്യ വഖത്തുള്ള നിസ്കാരം അത് 1 ദിവസമോ 2 ദിവസമോ പ്രത്യേക സാഹചര്യങ്ങളിലോ അല്ല. യാത്രകളിലാണെങ്കിൽ ബാങ്ക് കേട്ടാൽ പള്ളികൾ മഹാനവറുകൾ വിട്ടുകടന്നു പോകുമായിരുന്നില്ല, നിസ്കരിച്ചിട്ടല്ലാതെ. അതായിരുന്നു മഹാനവറുകളുടെ പ്രത്യേകത. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ടല്ലോ, ഒരു നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടല്ലാതെ ഒരു നിസ്കാരത്തിന്റെ സമയവും എന്നിലേക്ക് വന്നിട്ടില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നോക്കൂ, ഇത് ഔലിയാക്കന്മാരുടെ വഴി തന്നെയാണ്. ഔലിയാക്കന്മാരുടെ വഴി തന്നെയാണ്. ആ വഴിയിലൂടെയാണ് ശൈഖ് സലാഹുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നീങ്ങിയത്.